നമസ്തേ. നമസ്തേ. ഡ്രീം 720 മെയ് 5 നമ്മളുടെ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോ എപ്പിസോഡിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജനുവരി വരെയുള്ള നമ്മളുടെ ടാർഗറ്റ് എന്തായിരുന്നു? NCERTയുടെ ചാപ്റ്ററുകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, കൺസെപ്റ്റ് പഠിക്കാൻ ഏതൊക്കെ രീതിയിൽ ഓരോ കുട്ടികൾക്കും മാർഗമുണ്ടോ ആ രീതിയിൽ തിയറി നല്ല വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളുടെ ടാർഗറ്റ് അല്പം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ എന്തിലേക്കാണ് ശ്രദ്ധ തിരിക്കേണ്ടത്? ഇത്രയും നാളും നാം ശ്രദ്ധിക്കാതൊരു കാര്യം, മാർക്ക് 720 എന്ന ആ മാർക്ക്, ആ ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ കുട്ടികളും അവരുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ട ഒരു സമയത്തിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരാൻ പോകുന്ന സമയം എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ? നമുക്കൊരു തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ സാർ പറഞ്ഞ പോലെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും അവരോട് ചിന്തിക്കരുതെന്നാണ് ഇതുവരെ പറഞ്ഞത്. പക്ഷേ ഇനി തൊട്ട് നിങ്ങൾ പതിയെ മാർക്കിനെ കുറിച്ച് ചിന്തിക്കേണ്ട, മാർക്ക് ടാർഗറ്റ് ഇടേണ്ട ഒരു അവസരം ആയിട്ടുണ്ട്. ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടല്ല, അത് അതിന് ഇമ്പോർട്ടൻസ് അല്ല. പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു 720 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ, ഇതുവരെ നമ്മൾ പറഞ്ഞത് ഓരോ ടോപ്പിക്കും എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അതാണ് മനസ്സിൽ നിങ്ങൾ എയിം ചെയ്യേണ്ടതെന്നാണ് ഇതുവരെ പറഞ്ഞു വന്നത്. അതിന് അപ്പുറം കുറച്ചുകൂടെ ഒന്ന് എൻ്റെ മാർക്ക് സ്കോർ എങ്ങനെയാണ്, ഓരോന്നിലും എനിക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഞാൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ കുറച്ചൊന്ന് ബാക്ക് ആണെങ്കിൽ വേറൊരു സബ്ജക്റ്റ് വഴി അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള മാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എനിക്കൊന്ന് ഡിസംബർ ജനുവരിയാണ് നമ്മളുടെ ഇതുവരെ പോയിരിക്കുന്ന റൂട്ടിൽ നിന്ന് നമ്മൾ അല്പം ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഫെബ്രുവരിയിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ഫുൾ മോഡൽ എക്സാം പാറ്റേണിലോട്ട് നമ്മൾ കംപ്ലീറ്റ് മാറും. ആ ഒരു നമ്മളുടെ ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഡിസംബർ ജനുവരി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 2 മാസം മാർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ചായിരിക്കണം നമ്മളുടെ ശ്രദ്ധ. അങ്ങനെയാണെങ്കിൽ ഏതൊരു കുട്ടിക്കും, നീറ്റ് ആസ്പിരൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിക്കും അറിയാം, നമുക്ക് 720 എത്താനായിട്ട് ഏറ്റവും അധികം എളുപ്പം, അല്ലെങ്കിൽ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ എഴുതാൻ തുടങ്ങുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ബയോളജി ആയിരിക്കും, ബോട്ടണി, സുവോളജി. നമുക്ക് കിട്ടുന്നത് 90 ചോദ്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. 360 മാർക്ക്, അതായത് 720 പകുതി മാർക്ക് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ആ ഒരു ടാർഗറ്റിലേക്ക് നമുക്കിന്ന് ടീച്ചറുടെ ഒരു അഭിപ്രായം നോക്കാം. എങ്ങനെ ബയോളജിയിൽ 360 ഔട്ട് ഓഫ് 360 എത്താൻ സാധിക്കും ഏറ്റവും എളുപ്പം? ബയോളജിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് 360 എന്നുള്ളൊരു സ്കോർ അല്ലാതെ അതിൽ ഒരു മാർക്ക് പോലും കുറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം ബയോളജി എന്ന് പറഞ്ഞാൽ ഫിസിക്സ് പോലെ ഒരു കോൺസെപ്റ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ കാൽക്കുലേഷനിലോ ഒന്നും വ്യത്യാസം വന്ന് മാറിപ്പോകേണ്ട ഒരു സബ്ജക്റ്റ് അല്ല. അപ്പം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ, അതിപ്പോൾ വലിയ ഇൻ്റലിജൻസും വലിയ കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും, ഒറ്റ വാക്കി പറഞ്ഞാൽ കാണാതെ പഠിച്ചാൽ പോലും ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഒന്ന് കാണാതെ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ അതിന് 360 എന്ന് പറയുന്ന ഒരു ഡിജിറ്റിനപ്പുറം നിങ്ങളൊന്നും തന്നെ ചിന്തിക്കാനേ പാടില്ല. അതിൽ ഞാൻ കുഴപ്പമില്ല, എനിക്ക് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് ബയോളജി ഇച്ചിരി കുറഞ്ഞാലും സാരമില്ല എന്ന് കരുതരുത്. കാരണം ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയുടെ ഒരു പ്രോബ്ലം എന്തൊക്കെ പറഞ്ഞാലും എവിടെയെങ്കിലും ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ ഒരു ചേഞ്ച് വരികയോ, ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്യുന്നിടത്ത് വെപ്രാളത്തിൽ ഒരു കാൽക്കുലേഷൻ ഒക്കെ മാറിപ്പോയാലും ഒക്കെ പ്രോബ്ലം വരാവുന്നതാണ്. നമ്മൾ അവസാനം മൊത്തം ഈ 3 മണിക്കൂർ 20 മിനിറ്റും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടൈം മാനേജ്മെന്റിൽ വന്നേക്കാം. ഇതെല്ലാം നമുക്ക് ബാക്കി പറയാനായിട്ട് ചിലപ്പോൾ ന്യായീകരണങ്ങൾ വന്നേക്കാം. പക്ഷേ ബയോളജിയിൽ ഇതൊന്നും ഒരു ന്യായീകരണമല്ല. കാരണം നമുക്ക് 1 മിനിറ്റ് പോലും വേണ്ട ഒരു ചോദ്യത്തിൽ ഉത്തരത്തിലോട്ട് എത്താനായിട്ട്. അത് പറയുമ്പോൾ വേറെയും ഒരു കാര്യം, പലരും ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു കുട്ടി ഏറ്റവും അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, മിസ്സേ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ബയോളജിക്ക് എനിക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട്, പക്ഷേ എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബയോളജി ആദ്യത്തെ ഒരു 30 മിനിറ്റിൽ അല്ലെങ്കിൽ 20 മിനിറ്റിൽ തീർക്കണം. അപ്പോൾ അത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ബയോളജി 30 മിനിറ്റ് തീർക്കുന്നത്? 90 ക്വസ്റ്റ്യൻ ആണ്. 90 ക്വസ്റ്റ്യൻ നീ എന്തിനാണ് 30 മിനിറ്റ് തീർക്കുന്നത്? ഞാൻ വളരെ അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല എങ്കിലല്ലേ എനിക്ക് ആ സമയം കൂടി ഫിസിക്സിന് അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഞാനത് ഇടയ്ക്കൊന്ന് കയറിക്കോട്ടെ. അത് ഏറ്റവും വലിയൊരു അബദ്ധമാണ് പലർക്കും ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു ചോദ്യത്തിനും ഒരു സബ്ജക്റ്റിനും നാം കൊടുക്കേണ്ട ഒരു മാന്യത, ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരു കാരണവശാലും ഒരു കുട്ടിക്കും അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ തിരിയരുത്. ബയോളജി എളുപ്പം എഴുതുകയും ആ സമയം നമ്മൾ മറ്റ് സബ്ജക്റ്റിന് കണ്ടുപിടിക്കുകയല്ല. 90 മിനിറ്റുള്ള ബയോളജി 90 മിനിറ്റ് എടുത്ത് തന്നെ
നമ്മൾ ചെയ്യണം. അതിന് ഒരു ക്വസ്റ്റ്യന് നമ്മൾ 1 മിനിറ്റ് തന്നെ എടുത്തിരിക്കണം. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു പല കുട്ടികളും, പ്രത്യേകിച്ച് നമ്മൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഞങ്ങൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ചെയ്യണ്ട എന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ചെയ്തിട്ടേ അടുത്തതിലേക്ക് പോകാവൂ. ഇത് ക്വസ്റ്റ്യൻ പോലും എന്താണെന്ന് വായിക്കാതെ ഒന്ന് ആദ്യ വേർഡ് കാണുമ്പോൾ തന്നെ മനസ്സിൽ ഓക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ എന്ന് പോലും ചിന്തിച്ച് എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ബയോളജിയിൽ നമുക്കൊരു ഈസിനെസ് തോന്നും. പക്ഷെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് വായിച്ചത്, അത് എന്താണ് അത് മീൻ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ഓപ്ഷൻ ഉണ്ടോ എന്ന് ആലോചിച്ച് അതിന് സമയം എടുത്ത് തന്നെ ചെയ്യണം. അല്ലാതെ ചിലപ്പോൾ ഒരു ലൈൻ വായിച്ചു പോകുമ്പോൾ അതിൻ്റെ പകുതി ലൈനോളം നിങ്ങൾ ഇവിടെ കേട്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, പക്ഷെ ബാക്കി പകുതി അല്ലെങ്കിൽ ഒരു എൻഡ് പോയിന്റിലുള്ള ഒരു വേർഡ് ആയിരിക്കാം മാറുന്നത്, ഗിവൺ എന്നോ ഒക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ആ ഒരു 1/4 ഭാഗം വായിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ അയ്യോ എനിക്ക് അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ള എക്സൈറ്റ്മെന്റിൽ അങ്ങ് കുത്തുകയാണ്. അപ്പൊ ഈ പറയുന്ന പോലെ 2 ഓപ്ഷനും അവിടെ കാണുകയും ചെയ്യും. അപ്പൊ ആ ഒരു എൻഡ് വേർഡിൽ അല്ലെങ്കിൽ ആ ഒരു എൻഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ടിലോ ഒക്കെ ആയിരിക്കും മിസ്റ്റേക്ക് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ അത് എടുത്ത് തന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകും. ജീനസ് എന്നായിരുന്നു വരേണ്ട വേർഡ്. അപ്പോൾ എല്ലാവരും അത് പർപ്പസ്ഫുള്ളി ജീൻസ് എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നത്. പക്ഷെ എല്ലാവരും ആ ജീൻസും വായിക്കുന്നില്ല. ജി വരെ കറക്റ്റാണ്, വായിക്കാതെ എല്ലാവരും കറക്ഷന് പോലും വന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്താ ഇത് കറക്ഷന് പോയിരിക്കണേ? അത് ജീനസ്. ഞാൻ ചോദിച്ചു, ക്വസ്റ്റ്യനിൽ ജീനസ് ആയിരുന്നോ? അല്ല, ജീൻസ് ആണ്. അപ്പോഴാണ് പല കുട്ടികളും ആ വേർഡ് ജീനസ് അല്ല ജീൻസ് ആയിരുന്നു എന്ന് പോലും തിരിച്ചറിഞ്ഞത്. അപ്പം ആ ഒരു വേർഡ് വരെയുള്ള ക്വസ്റ്റ്യൻ തുടക്കം തൊട്ട് ആ വേർഡ് വരെ കറക്റ്റ് സെന്റൻസ് ആയിരുന്നു. അവസാനം വന്നപ്പോൾ ആ ജീൻസും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഈയുടെയും ഒരു യുടെയും വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ആ ഒരു വ്യത്യാസത്തിൽ അന്ന് 5 മാർക്ക് പോയ ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇട്ടപ്പോഴും ഞങ്ങളത് ഭയങ്കര കണ്ണിങ് ആയിട്ട് ഇടുകയും അതിൽ പോലും ഞങ്ങളോട് തർക്കിക്കാൻ അവർ വന്നു. തർക്കിച്ചിട്ട് കറക്ഷൻ വേണം, തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ കറക്ഷൻ വന്നപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു ഇല്ല, കറക്ഷൻ കൊടുക്കണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്താണ് അവർക്ക് ഡൗട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. വന്ന് ഞാനത് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ അയ്യോ മിസ്സേ ഞങ്ങൾ കണ്ടില്ല. വന്ന കുട്ടികളിൽ എനിക്ക് തോന്നുന്നു മെജോറിറ്റി കുട്ടികളും എന്നോട് പറഞ്ഞൊരു കാര്യം, അയ്യോ മിസ്സേ ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ ഈ ഒരു തെറ്റ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വരാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ബയോളജിയെ ഇഷ്ടമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നിങ്ങളൊരു ലാസ്റ്റ് പോയിന്റ് വരെ വായിക്കാൻ നിൽക്കില്ല. ഒരു 70% അവർ ഓൾറെഡി കണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അത്. ഓക്കെ ഇങ്ങനെ വരൂ എന്ന് ധരിക്കരുത്, എങ്ങനെ വേണമെങ്കിലും വരാം എന്ന് വേണം ധരിക്കാൻ. നിങ്ങൾ പഠിച്ച ഒരു കോൺസെപ്റ്റ്, നിങ്ങൾ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു മോഡിലേ വരൂ, ഇതാണേ അതിൻ്റെ ആൻസർ, അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. അത് എങ്ങനെ വേണമെങ്കിലും വരാം, അതിൻ്റെ ആൻസർ എങ്ങനെ വേണമെങ്കിലും മാറാം. അത് മനസ്സിലുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യനെയും കൃത്യമായിട്ട് വായിച്ച് ഞാൻ എന്താ വായിച്ചത്, എന്താ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്, എന്താ ഗിവൺ ഓപ്ഷൻസ് എന്ന 4 ഓപ്ഷൻസും വായിച്ചതിന് ശേഷം മാത്രം ആൻസറിലേക്ക് പോവുക. കാരണം നമ്മൾ ബാക്കി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. അതിൻ്റെ ഡേറ്റയിലൂടെ ഒന്ന് കണ്ണോടിക്കണം. എന്നിട്ട് നമ്മൾ ചോയ്സ് നോക്കുന്നു, ഒരിക്കൽ കൂടി ചോദ്യം ഒന്നും കൂടെ വായിച്ച് നോക്കണം തീർച്ചയായിട്ടും. കാരണം അവിടെ നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആണ്. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ടൈം സേവ് ചെയ്തേ പറ്റുമെന്ന് നമ്മൾ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പേ ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെയല്ല. ബയോളജിക്ക് നമ്മൾ പകുതി സമയം എടുത്തിരിക്കണം. അങ്ങനെ എടുത്ത് ആ ചോദ്യം നമ്മൾ വായിച്ച് ഒരിക്കൽ കൂടി അതിൻ്റെ ഡേറ്റ നോക്കി എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി തന്നെ വേണം അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാനായിട്ട്. അപ്പം ആ കാര്യത്തിൽ നമ്മൾ വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. കാരണം നേരത്തെ ചെയ്യുന്നത് കൊണ്ടോ സമയം കൂടുതൽ എടുക്കുന്നുണ്ടോ ഒന്നുമല്ല. ഒരു ക്വസ്റ്റ്യന് അതിൻ്റേതായ സമയം കൊടുത്ത് വായിച്ച് എഴുതണമെന്നുള്ള കാര്യത്തിലോട്ട് നമ്മൾ കടന്നു. ഇനി നമുക്ക് ഇത്രയധികം ചാപ്റ്ററുകൾ ഇത് നമുക്ക് ഇനി നമ്മൾ NCERTയുടെ എല്ലാ പേജുകളിലൂടെയും കടന്നു പോകുമ്പോൾ പുസ്തകം തന്നെ വായിക്കുകയാണോ ചെയ്യേണ്ടത്? പുസ്തകം വായിക്കുന്നത് എപ്പോഴും ഏറ്റവും നല്ലതായിട്ട് പുസ്തകം വായിക്കണം എന്ന് തന്നെ ഞങ്ങൾ പറയുള്ളൂ. കാരണം പുസ്തകത്തിൻ്റെ ഓരോ സെൻറ്റൻസും ബയോളജി ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ തന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസും ഒരു ക്വസ്റ്റ്യനായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് എത്ര അറിയാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണെങ്കിലും ഒരു വട്ടം അല്ലെങ്കിൽ 2 വട്ടമെങ്കിലും ആ ടെക്സ്റ്റിലൂടെ ഒന്ന് കടന്നു പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സ് ഉള്ളവരായിരിക്കാം, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഐഡിയ ഉള്ളൊരു ചാപ്റ്റർ ആയിരിക്കാം, നിങ്ങൾക്ക് കുറേ എല്ലാം അറിയാം. എങ്കിൽ പോലും ആ പോകുന്ന നിമിഷം ഒരു തലേ ദിവസം അല്ലെങ്കിൽ തൊട്ട് തലേ ദിവസം മോഡൽ എക്സാം ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആ സമയത്ത് NCERTയിലൂടെ ഒന്ന് വായിച്ചു പോകുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒക്കെ അറിയാമെന്നുള്ള കുട്ടികളാണെങ്കിൽ 1-2 പ്രാവശ്യം ഒന്ന് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കിട്ടിക്കോളും. ഫിഗറുകൾ, അതുപോലെ
ഇവിടെ ഈ പറയുന്ന പോലെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ ഓരോ ലൈനിൻ്റെയും അവിടെ ചിലപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനുകളുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മേ ബി അത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ അത് എന്താണെന്ന് കണ്ടുപിടിച്ച് ഇവിടെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങളത് കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിലും അങ്ങനെ വരുന്നത് നിങ്ങളത് കണ്ടിട്ടുണ്ടോ, നിങ്ങളത് പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന എക്സാമ്പിളുകൾ അതിനനുസരിച്ച് എക്സാമ്പിൾസിലാണ് ഇവർക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ എക്സാമ്പിളുകൾ കൃത്യമായിട്ട് ആലോചിച്ച് ഓർത്ത് വെച്ച് ഫിഗറുകൾ നോക്കി വെച്ച് കൃത്യമായിട്ട് ടെക്സ്റ്റ് നോക്കി തന്നെ മുന്നോട്ട് പോവുക. അപ്പം NCERT ടെക്സ്റ്റിന് നമ്മൾ ഇനി കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് അതൊരു കാരണവശാലും ഒഴിവാക്കി നമ്മൾ കുറെ ഷോർട്ട് നോട്ടിലൂടെയോ അല്ലെങ്കിൽ കുറെ ക്ലാസ്സുകൾ കാണുന്നതിലൂടെയോ അല്ല, സെയിം നമുക്ക് ഈ മെയ് 4-ാം തീയതി വൈകുന്നേരം വരെയും നമ്മൾ ആ NCERT ടെക്സ്റ്റ് നമ്മൾ എനിക്ക് തോന്നുന്നു ക്ലാസ് കാണുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് NCERT ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒന്ന് വായിക്കുമ്പോൾ മനസ്സിലാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കണ്ടാലേ ഒന്നുകൂടെ കിട്ടുള്ളൂ. പക്ഷേ ബയോളജി എനിക്ക് തോന്നുന്നില്ല. സാധാരണ ഒരു ഇംഗ്ലീഷ് അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് വായിക്കുമ്പോൾ കിട്ടാത്ത കോൺസെപ്റ്റുകൾ അതിനകത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് കണ്ടിട്ട് NCERT വായിക്കാൻ നിൽക്കാതെ തിരിച്ചൊന്ന് ചെയ്തു നോക്കൂ. NCERT വായിച്ചു, NCERT വായിച്ചിട്ടും നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് കിട്ടുന്നില്ല, എന്താണെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ യു ക്യാൻ ഗോ ബാക്ക്, ഏതെങ്കിലും ഒരു ക്ലാസ്സിൻ്റെ ആ ഒരു ഭാഗം എടുത്ത് കണ്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്യൂ. അല്ലെങ്കിൽ ആ ഒരു പോർഷൻ മാത്രമാണെങ്കിൽ ഏതെങ്കിലും പ്രൊഫസേഴ്സിനെ കണ്ട് ആ ഒരു പോർഷൻ മാത്രം ക്ലാരിഫൈ ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യൂ. അല്ലാതെ ക്ലാസ് കണ്ടിട്ട് തിരിച്ച് NCERT-യിലേക്ക് വരാൻ ഇനി നിൽക്കണ്ട. അപ്പോൾ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് അറിയാം എന്നുള്ളതാണെങ്കിലും ഇത് തന്നെ ചെയ്താൽ മതി. ഓൾറെഡി എനിക്ക് ആ ചാപ്റ്റർ അറിയാമല്ല, പക്ഷേ എവിടെയെങ്കിലും എനിക്കൊരു തെറ്റ് വരുന്നു അല്ലെങ്കിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് ആണ്. ഒന്നിൽ നിങ്ങൾക്ക് പ്രൊഫസേഴ്സ് എല്ലാം അവൈലബിൾ ആണ്, എല്ലാവരും ഓൺ കോൾ ആയാലും അല്ലാതെയും എല്ലാം ഇവരെ സഹായിക്കാൻ അവൈലബിൾ ആണ്. അപ്പോൾ കൺസേൺ പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ സൊല്യൂഷൻസ് എല്ലാം നമ്മുടെ ലേണിംഗ് ആപ്പിലുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് ആ ഒരു പോർഷൻ കണ്ട് എന്താണെന്ന് മനസ്സിലാക്കാം. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷെ അവിടെയും അതെ, ടെക്സ്റ്റ് വിട്ട് മാറിയ ഒരു കളി ഇല്ല. കാരണം ബയോളജിയിൽ നമുക്ക് വേറൊന്നും പറയാനില്ല. ഫിസിക്സ് ആണെങ്കിൽ ഇനി ടെക്സ്റ്റ് വായിക്കേണ്ട, കുഴപ്പമില്ല, നിങ്ങൾ റിപ്പീറ്റഡ് പ്രോബ്ലം ചെയ്യൂ എന്ന് പറഞ്ഞേനെ. പക്ഷെ ബയോളജിയിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾക്കെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ്, പ്രത്യേകിച്ചും ഇക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി പോലുള്ള ചാപ്റ്റേഴ്സ് വരുമ്പോൾ, ഇപ്പോൾ ഫിസിയോളജി ചാപ്റ്റേഴ്സ് വരുമ്പോൾ നിങ്ങൾ ഓരോ സ്റ്റേറ്റ്മെന്റും വായിച്ചില്ലെങ്കിലും ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ എത്ര വോളിയമാണ് പോകുന്നത് അല്ലെങ്കിൽ ബ്രീത്ത് എടുക്കുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം പോലുള്ള ചാപ്റ്റേഴ്സ് വരുമ്പോൾ ഓരോ ലൈനിലും എന്താ പറയുന്നതെന്ന് നമ്മൾ ഒന്നൊരു ബൈഹാർട്ടിങ് കൂടെ വേണം. അതിന് ടെക്സ്റ്റ് തന്നെ വായിച്ചേ പറ്റൂ. അതിൽ ടെക്സ്റ്റിൻ്റെ ഓരോ ലൈനുകൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ഫിസിക്സ് പോലെ ടെക്സ്റ്റ് മാറ്റി വെച്ചിട്ട് ക്വസ്റ്റ്യൻ മാത്രം ചെയ്യൂ എന്ന് ഞങ്ങൾ പറഞ്ഞു തരില്ല. ക്വസ്റ്റ്യൻ ചെയ്യണം, മാക്സിമം ചെയ്യണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു ഗോ ത്രൂ ദ എൻറ്റയർ NCERT ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ, വേർഡ് ബൈ വേർഡ്. എങ്കിലേ നമുക്ക് ആ ഒരു സമയത്ത് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ആ ഒരു മാജിക് ഫിഗർ 720 അതാണ് ഞങ്ങൾ പറയുന്നത്, അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇനി നമുക്ക് മൊത്തം ചാപ്റ്ററുകളെ നമ്മൾ 8 യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മുടെ യൂണിറ്റ് വൈസ് മോഡൽ എക്സാമുകളിലൂടെയും അതിനുശേഷം കമ്പൈൻഡ് യൂണിറ്റ് എക്സാം, പിന്നെ ലാസ്റ്റ് ഫുൾ യൂണിറ്റ് എക്സാമിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ഒരു ചാപ്റ്റർ എനിക്ക് തോന്നുന്നു ഒരു ചാപ്റ്ററിൽ തന്നെ ഏതാണ്ട് ഒരു 500 ചോദ്യങ്ങളോളം ഏതാണ്ട് മെയ് 4 വരെ നമ്മൾ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. കൂടുതൽ അവരിപ്പോൾ മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ തുടങ്ങിയ ഒരു സമയം തൊട്ട് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ അവർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഈ മോഡൽ എക്സാമിന് മാത്രം ഏകദേശം 500 ആയിരിക്കത്തില്ല ഓരോ ചാപ്റ്ററിൽ നിന്നും ചെയ്യുന്നത്. ബാക്കി അവരും കൂടെ അവരുടെ ബാക്കപ്പിലും കൂടെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ആ ചാപ്റ്ററിനെ ബൈഹേർട്ട് ചെയ്യാനായിട്ട് ഈ പരീക്ഷകളിലൂടെ തന്നെ നമുക്ക് പറ്റും. കാരണം ഫെബ്രുവരി മുതലുള്ള മോഡൽ എക്സാമുകളിലൂടെ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിനെ ഓരോന്നും, ഇപ്പം നമുക്ക് ചിലർക്കെങ്കിലും ചില ചാപ്റ്ററുകൾ ഇനി ബൈഹേർട്ട് ആകാനുണ്ടോ, ഒരു കൺഫ്യൂഷൻ ഉണ്ടോ, എനിക്കൊരു കോൺസെപ്റ്റ് അത്രയും ക്ലിയർ ആയിട്ടില്ല, എനിക്ക് ഒന്നുകൂടെയൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഒരു പ്രോബ്ലവും ഇല്ല. ഇനി നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്താണ് ഇനി നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എനിക്ക് പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ഏരിയ മാത്രം ജസ്റ്റ് ഒന്ന് ക്ലാസ് കാണുക അല്ലെങ്കിൽ പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക. എനിക്ക് തോന്നുന്നു ഇനി ഏറ്റവും നല്ലൊരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. കാരണം അവരും നമ്മളും കുറച്ച് ഫ്രീ ആയി തുടങ്ങിയെന്നല്ല, ജസ്റ്റ് എന്നാലും അവൈലബിലിറ്റി കുറച്ചുകൂടെ കൂടുതലുണ്ട്. മാത്രമല്ല ഒരു പ്രൊഫസർ ഒരു വലിയ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ചുരുക്കി പറഞ്ഞു തരുന്നതും നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളോടെല്ലാം ഇനി എന്താ മിസ്സേ ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് അത്രയും ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. കൺസേൺ പ്രൊഫസറിൻ്റെ അടുത്ത് ചോദിച്ച് എൻ്റെ ചാപ്റ്റർ
പോയി പഠിക്കാനല്ല പറയുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽറ്റി ഉണ്ടെന്ന് തോന്നുന്നത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, NCERT-യിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കിട്ടുന്നില്ല, അങ്ങനെ ഒരു കോൺസെപ്റ്റിന് പ്രോബ്ലം ഉണ്ട്, ഒന്ന് ക്ലാസ് കണ്ടു നോക്കാൻ അത്രയും വലിയ ചിലപ്പം വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ ആകുമ്പോൾ ഒത്തിരി ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ കൺസേൺ സാറിനെ കണ്ട് ചോദിക്കൂ. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കുട്ടികളാണ് നിങ്ങൾ. അപ്പോൾ അവരോട് ചോദിച്ച് അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് പിന്നെ ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആ യൂണിറ്റ് നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഓക്കെ ആയിക്കോളും. ഫസ്റ്റ് ടൈം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽറ്റി ഉള്ള ഒരു ചാപ്റ്റർ കയറി വരുന്ന യൂണിറ്റിൽ മാർക്ക് കുറഞ്ഞാലും അവിടെ ആ കുറവിനെ തിരുത്തി വേണം നിങ്ങൾ അടുത്തതിലേക്ക് പോകാൻ. ഇനി നമുക്ക് ഈ നെഗറ്റീവുകളെ, നമുക്കിപ്പോൾ ബയോളജിയിൽ നെഗറ്റീവുകൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഈ ബയോളജിയിലാണ് സർ എനിക്ക് തോന്നുന്നത് ഇവരെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുത്തുന്ന ഒരു സബ്ജക്ട് ബയോളജി ആണെന്ന് തോന്നുന്നു. അത് ഈ വെപ്രാളം ഒരു വലിയ ഫാക്ടറാണ്. വെപ്രാളം എന്ന് പറഞ്ഞാൽ പകുതി വായിക്കുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്തുവാണ്. അപ്പോൾ പല കുട്ടികളും വന്ന് പറയുന്നത് മിസ്സേ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ ഇതല്ലല്ലോ എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ അത് ഒന്നുകൂടി പറയുന്നത് തന്നെയാണ് നെഗറ്റീവ് ഒഴിവാക്കാൻ ഉള്ള മാർഗം. തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഈ മോഡലുകൾ അതെ, ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും നിങ്ങൾ പ്രത്യേകിച്ചും ഇച്ചിരി ആങ്ഷ്യസ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇച്ചിരി വെപ്രാളം പിടിക്കുന്നവരാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുൻപും നിങ്ങൾ മനസ്സിനോടൊന്ന് പറയണം, ഞാൻ ഇച്ചിരി വെപ്രാളമാണ്, എനിക്ക് ഇച്ചിരി ഹറിബറി ഉണ്ട്, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്, ഇത് നന്നായിട്ട് വായിച്ചിട്ട് വേണം ഞാൻ എഴുതാനെന്ന് നിങ്ങൾ സെൽഫായിട്ട് പറയുക. അങ്ങനെ പറഞ്ഞ് എഴുതുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു 15 സെക്കൻഡിലൊന്നും കാര്യം നടക്കില്ല. അപ്പോൾ ആ ഒരു ഹറിബറി കുറയുമ്പോൾ തന്നെ ഒരുവിധമുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്താൻ പറ്റും. അപ്പം തന്നെ നെഗറ്റീവ് മാർക്സ് കുറച്ച് കുറയും. പിന്നെ നെഗറ്റീവ് മാർക്സ് മാറ്റാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് അല്ലാത്ത ക്വസ്റ്റ്യനുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലാതെ തന്നെ, ഒരു ബയോളജിക്ക് ഒരു ഓപ്ഷൻ ഇല്ലാതെ തന്നെ ഒരു 30-40% ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഓപ്ഷൻ ഒന്ന് മറച്ച് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിൻ്റെ ഓപ്ഷൻ എന്തായിരിക്കും എന്ന് കുത്തരുത്, മനസ്സിലൊന്ന് ആലോചിച്ചിട്ട് വേണം ഓപ്ഷൻ ഒന്ന് നോക്കാൻ. ആദ്യമേ ഓപ്ഷൻ നോക്കണ്ട, സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമേ ഉള്ളൂ ആ പ്രോബ്ലം വരുന്നത്. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്കറിയാം അത് എസ് എ നോഡാണെന്ന്. സോ എസ് എ നോഡെന്ന് മനസ്സിൽ കണ്ടിട്ട് വേണം ഓപ്ഷൻ നോക്കാൻ, എസ് എ നോഡ്. അപ്പോൾ എസ് എ നോഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഡബിൾ ഷുവർ ആകാം, യെസ് ഞാൻ കറക്റ്റാണ്. ഇനി എസ് എ നോഡ് ഇല്ലെങ്കിലോ, അപ്പോൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കണം, ഞാൻ വായിച്ചതിൽ എന്തോ പ്രശ്നമുണ്ട്, അതല്ലല്ലോ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ അതിനെ ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയുള്ള കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ഓപ്ഷൻ മറച്ച് വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആൻസർ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പ്രശ്നമില്ല, ഒന്നുകൂടെ ഒന്ന് റീതിങ്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 2 പ്രാവശ്യം ഒന്ന് ഷുവർ ആവുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാനും സമയം കിട്ടും, ബയോളജിയിലുള്ള ഒരു ഹറിബറി അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. അതൊരു പരിധിവരെ നെഗറ്റീവ് മാർക്സ് ഒഴിവാക്കാൻ സഹായിക്കും. പറഞ്ഞ പോലെ തന്നെ, കാരണം നമുക്ക് വളരെ എളുപ്പമാണെന്നുണ്ടെങ്കിൽ നാം നമ്മളുടെ മനസ്സിനോട് തന്നെ പറയണം, കാരണം ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, തെറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്കത് മെയ് 5-ാം തീയതി മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇപ്പോഴുള്ള മോഡൽ എക്സാമുകൾ തന്നെ ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആ എക്സാം ഹാളിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ പെരുമാറണോ ഇതിൻ്റെ ഒരു പ്രാക്ടീസ് ആയിരിക്കണം ഈ വരുന്ന മുഴുവൻ മോഡൽ എക്സാമുകളിൽ. എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ചോദ്യങ്ങളിലൂടെയും അതിൻ്റെ ഉത്തരങ്ങളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ ഇനി കടന്നു പോകുന്നത്. ഇത് ഓരോന്നും മെയ് 5-ാം തീയതിയിലോട്ടുള്ള ആ ദിവസം ആ എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം, മാർക്കിൻ്റെയൊക്കെ അപ്പുറത്ത് ടൈം മാനേജ്മെൻറ്റും ആ അറ്റ്മോസ്ഫിയറും ഈ പറയുന്നത് പോലെ തന്നെ സ്പീഡ്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കേണ്ട സമയം, ഇതിനെല്ലാത്തിനും ഉള്ളൊരു പ്രാക്ടീസ് ആയിട്ട് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇതൊരിക്കലും ഞാൻ മെയ് 5-ന് ചെയ്യാം, ഇപ്പൊ കുഴപ്പമില്ല എന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. ഇനി മുതൽ നിങ്ങൾ എഴുതുന്ന ഓരോ പരീക്ഷയും മെയ് 5-ആണ്, നീറ്റാണ്. ആ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു സീരിയസ്നെസ് കൊടുത്തു വേണം ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ തന്നെ നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ പരിഹരിച്ച് തന്നെ ഇനി മുന്നോട്ട് പോകണം. കാരണം ഇതുവരെ നമ്മൾ കുറവുകൾ എന്നെക്കാളും പഠിച്ചു തീർക്കുക എന്നുള്ള ഒരു കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇനി നമുക്ക് എങ്ങനെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാം, മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നിടത്താണ് എന്തുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്, സ്പീഡ് കൂടുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ സമയം കൂടുതൽ ഒരു സബ്ജക്റ്റിന്. ഇപ്പോൾ ഫിസിക്സ് ഒക്കെ എനിക്ക് തോന്നുന്നു പലരും ഒരു 3 മിനിറ്റെങ്കിലും വേണ്ട ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ 1 മിനിറ്റ് കിട്ടുന്ന ഒരു എക്സാമിന് 3 മിനിറ്റ് കൊടുക്കുമ്പോൾ വേറൊരു സബ്ജക്റ്റിനെ ചവിട്ടുവാണ് അവിടെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കിട്ടാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റിനെയാണ് നിങ്ങൾ ഏറ്റവും ഈസി ആയിട്ട് കരുതി അല്ലെങ്കിൽ കിട്ടും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് കാരണം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു നല്ല ടെൻഡൻസി അല്ല. എനിക്ക് തോന്നുന്നു ഒരു 60% സ്റ്റുഡൻസും ആ ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അത് ബയോളജിയോടുള്ളൊരു വിശ്വാസവും ഒരു ഓവർ കോൺഫിഡൻസും ഫിസിക്സിനോടുള്ള ഒരു പേടിയും ഒക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ എങ്കിലും ആ ഒരു പേടിയാണ് പലപ്പോഴും ഇവരെ. അതെ അതെ, മാത്രമല്ല വെയിറ്റേജ് കൂടുതൽ ബയോളജിക്ക് കിട്ടുന്നുമുണ്ട്. 360 ഏകദേശം പകുതി മാർക്കാണ്, ഏകദേശം അല്ല കൃത്യം പകുതി മാർക്ക് ഉണ്ട്. അപ്പൊ അതിന് നിങ്ങൾ മാറ്റി വെച്ച് പോകുന്നത് ബുദ്ധിപരമല്ല.
അതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ളത് തന്നെയാണ് ഈ ചർച്ചയിൽ ഞങ്ങൾ പറയുന്നത്. ഈ 720 നമ്മൾ എത്തുമ്പോൾ 360 ഔട്ട് ഓഫ് 360 എന്നുള്ളതിന് പൂർണ്ണമായിട്ടും ഇനി വരുന്ന ഓരോ മോഡലുകളിലും നമുക്ക് എങ്ങനെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളിടത്ത് ബയോളജിക്ക് നിങ്ങൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ്, ആ ഓരോ ചോദ്യങ്ങൾക്കും അതിൻ്റേതായ സമയം, അത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ഓരോ വേർഡും നോക്കി എന്തിനീ ചോദ്യം ചോദിച്ചു എന്നുള്ളതും അതിൻ്റെ ഉത്തരം എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് തന്നെ വേണം നിങ്ങൾ ആ ചോദ്യത്തിൻ്റെ ആൻസർ മാർക്ക് ചെയ്യാനായിട്ട്. ഒരിക്കലും നമ്മൾ നേരിട്ടോ ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടോ ബയോളജിയെ നമ്മൾ സമീപിക്കരുത് എന്നുള്ളതാണ് ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും. സോ നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വിജയം അത് ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഞാനിപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ അതിന് നിങ്ങൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ്, നിങ്ങൾ നോർമലി വരുത്തുന്ന തെറ്റുകൾ ഒഴിവാക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങളുടെ ഡ്രീം എത്താൻ പറ്റും. അപ്പോൾ അതിന് അവിടെ നമ്മൾ ടെൻഷൻ ഒഴിവാക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇനി കൂടുതൽ കോൺഫിഡൻസിലോട്ട് പോകുക, അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ചർച്ചകളിൽ നിന്നും മാറുകയാണ്. കാരണം ഇനി നമ്മൾ റിയാലിറ്റിയിലോട്ട് നമ്മൾ പയ്യെ നമ്മൾ പോവുകയാണ്. അവിടെ നമുക്ക് മോഡൽ എക്സാമുകളിലൂടെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് നീറ്റ് എക്സാം തന്നെയാണ്. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ ആ എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെയായിരിക്കണം നമ്മളവിടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടി ആണെങ്കിൽ ഇപ്പൊ മോഡൽ എക്സാമിന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം ഞാൻ ആ വേർഡ് കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല, അയ്യോ ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നോ. പക്ഷെ നമുക്ക് അന്നത്തെ ദിവസം ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഓരോ എക്സാമുകളിലും നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കാനേ പാടില്ല. നിങ്ങൾക്ക് അറിയാതെ തെറ്റിപ്പോകുന്നതിനേക്കാളും അബദ്ധമാണ് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ അതൊരു ശ്രദ്ധിക്കാതെ കെയർലെസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തെറ്റിപ്പോകുന്നത്. ബയോളജിക്കാണ് ഏറ്റവും കൂടുതൽ കെയർലെസ്നെസ് കാരണം ക്വസ്റ്റ്യൻ തെറ്റിപ്പോകാനുള്ള സാധ്യത. അത് ഒഴിവാക്കിയാൽ മാത്രം മതി 720 നിങ്ങളുടെ കയ്യിലുണ്ടാകും. 3 മണിക്കൂർ 20 മിനിറ്റുള്ള ഒരു ചോദ്യം 3 മണിക്കൂർ കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കോളേജിലും നമുക്ക് പ്രവേശനം കിട്ടുന്നില്ല. നമുക്ക് 3 മണിക്കൂർ 20 മിനിറ്റ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് വലിയ നമുക്ക് റാങ്കുകളാണ്. കാരണം 5-10 മാർക്കിനായിരിക്കാം നമ്മളുടെ സ്വപ്നങ്ങൾ അല്പം വഴുതി മാറിപ്പോകുന്നത്. അപ്പം ഇതിന് ഇപ്പോൾ മുതൽ ഇനി മുതലുള്ള ഓരോ മോഡൽ എക്സാമുകളും ഒരു സബ്ജക്റ്റ് ഡിഫിക്കൽട്ടി ആണെങ്കിൽ അതൊന്നും മാറ്റി വെച്ചിട്ട് ഉടനെ അടുത്ത സബ്ജക്റ്റ് എടുത്ത് വീണ്ടും പരീക്ഷ എഴുതുവാനായിട്ടും എന്നിട്ട് മൊത്തം 3 മണിക്കൂർ 20 മിനിറ്റിനെ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ടൈം മാനേജ്മെന്റ് ഒക്കെ ശ്രദ്ധിക്കേണ്ട സമയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഉറപ്പായിട്ടും. ഞങ്ങൾ പറഞ്ഞു വന്നത് ഫിസിക്സും കെമിസ്ട്രിയും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, മറിച്ച് പല കുട്ടികളും കാണിക്കുന്ന ഒരു ടെൻഡൻസിയെ എങ്ങനെ ഒഴിവാക്കി നിങ്ങൾക്ക് 720ലേക്ക് എത്താം എന്നാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുകളിൽ ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.